സ്വാഗതം. ഇന്ന് നമ്മൾ നിർമ്മിത ബുദ്ധി, അതായത് AI, നിങ്ങളുടെയൊക്കെ തൊഴിലിനെ എങ്ങനെ ബാധിച്ചേക്കാം എന്നതിനെക്കുറിച്ചാണ് ഒന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ, പിന്നെ ഗ്രാഫിക് ഡിസൈനർമാർ, ഡേറ്റ എൻട്രി, ടെസ്റ്റിംഗ് ജോലികൾ ചെയ്യുന്നവർ, ഇവരെയൊക്കെ AI എങ്ങനെ സ്വാധീനിക്കും? ഇതൊരു പേടിക്കേണ്ട കാര്യമാണോ? അതോ എന്താ പറയാ, പുതിയ അവസരങ്ങൾ വരുമോ? നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. AI സാങ്കേതിക വിദ്യ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിലവിലുള്ള ജോലികളുടെ ഒരു സ്വഭാവം മാറും, ഉറപ്പായും മാറും. അതോടൊപ്പം തന്നെ പുതിയ സാധ്യതകളും വരും. ഈ വിവരങ്ങൾ പറയുന്നത് പോലെ നമ്മളൊരു മാറ്റം പ്രതീക്ഷിക്കണം. അതിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാകണം. അപ്പോ നമുക്ക് ആദ്യം സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോ AI കോഡിങ്ങിൽ സഹായിക്കും, തെറ്റുകളൊക്കെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ. അപ്പോൾ പിന്നെ ശരിക്കും ഡെവലപ്പറുടെ ആവശ്യമില്ലാതാവുമോ? അതോ എങ്ങനെയാണ്? പൂർണ്ണമായിട്ടങ്ങ് പകരമാകും എന്നിപ്പോൾ കരുതാൻ പറ്റില്ല. AIക്ക് കോഡ് എഴുതാനും ഡീബഗ്ഗിംഗ് എളുപ്പമാക്കാനും ഒക്കെ പറ്റും. അത് ഡെവലപ്പർമാരുടെ ജോലിഭാരം കുറയ്ക്കും, തീർച്ച. എന്നാൽ ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ ഒരു ആശയം ഉണ്ടാക്കിയെടുക്കുക, സങ്കീർണമായ പ്രശ്നങ്ങൾക്കൊരു ക്രിയേറ്റീവ് പരിഹാരം കാണുക, പിന്നെ ഉപയോക്താവിൻ്റെ ആവശ്യം കൃത്യമായി മനസ്സിലാക്കി ഡിസൈൻ ചെയ്യുക, ഇതിനൊക്കെ എന്തായാലും മനുഷ്യൻ്റെ ആ ഒരു ലോജിക്ക്, ആ ക്രിയേറ്റിവിറ്റി അത് വേണം. ശരി. അപ്പോൾ AI ഒരു സഹപ്രവർത്തകൻ, അങ്ങനെ കാണാം. ഡെവലപ്പർമാർക്ക് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും. സിസ്റ്റം ഡിസൈൻ, ആർക്കിടെക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് ഈ ആവർത്തന സ്വഭാവമുള്ള കോഡിംഗ് ജോലികൾ AI ചെയ്യുമ്പോൾ ഡെവലപ്പർമാർക്ക് കുറച്ചുകൂടി സ്ട്രാറ്റജിക്കായി ചിന്തിക്കാനും ഡിസൈൻ ചെയ്യാനും സമയം കിട്ടും. അപ്പോൾ അതിന് ഈ പുതിയ AI ടൂളുകൾ പഠിക്കേണ്ടത് അത് അത്യാവശ്യമാണല്ലേ? അതെ, അത് വളരെ പ്രധാനമാണ്. ഈ AI ടൂളുകൾ നന്നായി ഉപയോഗിക്കാൻ പഠിക്കുന്നത് നിങ്ങളുടെ ഒരു കഴിവ് കൂട്ടുകയുള്ളൂ. അതെന്തായാലും ഭാവിയിലേക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ശരിയാണ്. ഇനി ഗ്രാഫിക് ഡിസൈനർമാരുടെ കാര്യമോ? AIക്ക് ഡിസൈൻ ഓപ്ഷൻസ് ഉണ്ടാക്കാനും ലോഗോ ചെയ്യാനുമൊക്കെ പറ്റുമെന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു പേടി തോന്നാം. ആ ഒരു ആശങ്ക സ്വാഭാവികമാണ്. കാരണം AIക്ക് വളരെ പെട്ടെന്ന് ഒരുപാട് ഡിസൈൻ ഓപ്ഷനുകൾ തരാൻ പറ്റും. ചിലപ്പോൾ സിമ്പിളായ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാക്കാനും പറ്റിയേക്കും. ഇത് ഡിസൈനറുടെ സമയം ലാഭിക്കാൻ സഹായിക്കും. പക്ഷേ ഒരു ബ്രാൻഡിന്റെ ആ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കുക. അതിനനുസരിച്ച് ആളുകളുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്ന ഒരു തനിമയുള്ള ഡിസൈൻ ഉണ്ടാക്കുക. അതിനും മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയും ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസും വേണം. AI ഇവിടെയും ഒരു ഉപകരണം മാത്രമാണ്. ഓക്കെ. അതിനെ ഉപയോഗിച്ച് ഡിസൈൻ പ്രോസസ് ചിലപ്പോൾ വേഗത്തിലാക്കാം, പുതിയ ഐഡിയാസ് കിട്ടാൻ സഹായിക്കും. അത്രയുള്ളൂ. അപ്പോൾ ഡിസൈനർമാരും ഈ മാറ്റത്തോട് പൊരുത്തപ്പെടണം. AIയെ ഒരു എതിരാളിയായി കാണാതെ സ്വന്തം ക്രിയേറ്റിവിറ്റി കൂട്ടാനുള്ള ഒരു ടൂളായിട്ട് കാണണം, അല്ലേ? അതുതന്നെ, അഡാപ്റ്റബിലിറ്റി. അതായത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്, പിന്നെ ക്രിയേറ്റിവിറ്റി. ഇത് രണ്ടും ഡിസൈനർമാർക്ക് ഇനി വളരെ പ്രധാനമാകൂ. ഇനി ഡേറ്റ എൻട്രി, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഈ ജോലികളുടെ ഭാവി എന്തായിരിക്കും? ഇവയൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. ഡേറ്റ എൻട്രി പോലെ വളരെ റെപ്പിറ്റീറ്റീവായ, കൃത്യമായ റൂൾസ് ഫോളോ ചെയ്യുന്ന ജോലികൾ ഓട്ടോമേഷനിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ടെസ്റ്റിംഗ് പ്രോസസ്സിലെ പല കാര്യങ്ങളും AI വെച്ച് വേഗത്തിലാക്കാനും പറ്റും. അപ്പോൾ ആ ജോലികൾ ഇല്ലാതാകുമോ? പൂർണ്ണമായി ഇല്ലാതാകും എന്ന് പറയാൻ പറ്റില്ല. പകരം ആ റോളുകൾ മാറും, രൂപമാറ്റം സംഭവിക്കും. ഉദാഹരണത്തിന്, ഡേറ്റ എൻട്രി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഡേറ്റ അനാലിസിസിലേക്കോ അല്ലെങ്കിൽ ഡേറ്റയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന റോളിലേക്കോ മാറാൻ പറ്റിയേക്കാം. അതുപോലെ ടെസ്റ്റർമാർക്ക് AI സിസ്റ്റംസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലക്സ് ആയ ടെസ്റ്റിംഗ് സ്ട്രാറ്റജികൾ ഉണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, ഈ വിവരങ്ങൾ തരുന്ന ഒരു പ്രധാന സൂചന എന്താണെന്ന് വെച്ചാൽ, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നിങ്ങളും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, അല്ലേ? അതെ. അതോടൊപ്പം AIക്ക് അത്ര എളുപ്പം പകരം വെക്കാൻ പറ്റാത്ത നിങ്ങളുടെ കഴിവുകള്, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ്, കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ശരിയാണ്. ഈ പറയുന്ന ഹ്യൂമൻ സ്കിൽസ്, അതിനെപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും, AI എത്രയൊക്കെ വന്നാലും. അപ്പോൾ ഇതിനെ ജോലി പോകുമെന്നുള്ളൊരു പേടിയോടെ കാണാതെ പുതിയ സ്കിൽസ് പഠിക്കാനും ഒരുപക്ഷെ കൂടുതൽ നല്ല റോളുകളിലേക്ക് മാറാനുമുള്ള ഒരു അവസരമായിട്ട് കാണണം. പിന്നെ പുതിയ ജോലികൾ വരുന്നുണ്ട്. AI ഡെവലപ്പർമാർ, പ്രോംപ്റ്റ് എഞ്ചിനീയർമാർ, AI എത്തിക്സ് സ്പെഷ്യലിസ്റ്റുകൾ, അങ്ങനെ. അപ്പോ
AI നമ്മുടെ തൊഴിൽ ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ശക്തി തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പോലെ നമ്മൾ അതിനെ പേടിച്ചു മാറി നിൽക്കുകയല്ല വേണ്ടത്. പകരം അതിനോടൊപ്പം എങ്ങനെ പ്രവർത്തിക്കാം, നമ്മുടെ കഴിവുകൾ എങ്ങനെ കൂട്ടാമെന്ന് നോക്കുകയാണ് പ്രധാനം. തീർച്ചയായും. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. പറയൂ. നിങ്ങൾ AI ടൂളുകളെ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകനായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള ആ തനതായ കഴിവുകൾ ഉപയോഗിച്ച് ഈ സഹപ്രവർത്തകന്റെ സഹായത്തോടെ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും? ഓട്ടോമേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ജോലികളിൽ നിന്ന് മാറി കുറച്ചുകൂടി തന്ത്രപരവും ക്രിയാത്മകവുമായൊരു തലത്തിലേക്ക് നിങ്ങളുടെ കരിയറിനെ വളർത്താൻ ഈ സാഹചര്യം നിങ്ങളെ എങ്ങനെ സഹായിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും.